കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ രണ്ടാം പതിപ്പിൻ്റെ ഭാഗമായി വാക്കിൻ്റെ അംഗച്ചുവടുകൾ എന്ന വിഷയത്തെ അധികരിച്ച് നടക്കുന്ന ഈ സെഷനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട KV സജയ്, എടച്ചേരി രാധാകൃഷ്ണൻ എടച്ചേരി എന്നീ പ്രതിഭകളാണ്. വാക്കുകളുടെ കലയാണ് സാഹിത്യം എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ശീർഷകത്തിന് അതിൻ്റേതായ പ്രാമുഖ്യമുണ്ട്. മലയാള സാഹിത്യ നിരൂപണ രംഗത്തെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ്. മൂവാറ്റുപുഴ സ്വദേശിയാണെങ്കിലും ജന്മം കൊണ്ട് മൂവാറ്റുപുഴയാണെങ്കിലും കർമ്മം കൊണ്ട് ഏറെക്കുറെ വടകരക്കാരനായ KV സജയ്. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ സജയ് ഇപ്പോൾ ഗവൺമെൻറ് മടപ്പള്ളി കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അധ്യാപകനായി പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. വടകരയിൽ നിന്ന് സംസാരിക്കുമ്പോൾ വടകര സാഹിത്യവേദി ഡോക്ടർ CP ശിവദാസൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ ഒരു അവാർഡിന്, നിരൂപണ സാഹിത്യത്തിനുള്ള അവാർഡിന് സജയുടെ വേരുകൾക്കിടയിലെ ജീവിതം എന്ന കൃതിക്ക് നൽകാനുള്ളൊരു ഭാഗ്യം വടകര സാഹിത്യവേദിക്ക് സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ AK രാജനാണ് സാഹിത്യവേദിയുടെ പ്രസിഡന്റ്. അദ്ദേഹം ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. രാധാകൃഷ്ണൻ എടച്ചേരി കവിയും സാംസ്കാരിക പ്രവർത്തകനുമാണ്. വളരെ സജീവമായി തന്നെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. കവിതയ്ക്കും ബാലസാഹിത്യത്തിനും പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അവസാനം പ്രസിദ്ധീകരിച്ച പ്രണാമം ഏറെ ശ്രദ്ധേയമായ ഒരു കൃതിയായിരുന്നു. സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്ത് വിരമിച്ച രാധാകൃഷ്ണൻ ഇപ്പോഴും സാംസ്കാരിക സാഹിത്യ പ്രവർത്തനങ്ങളിൽ സജീവമായ സാന്നിധ്യമായി നിൽക്കുന്നുണ്ട്. ഈ രണ്ടുപേരും വടകരയുമായി അഭേദ്യമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ അതിൻ്റേതായ സന്തോഷം വടകരക്കാരായി ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ചടങ്ങ് എല്ലാ അർത്ഥത്തിലും സമ്പുഷ്ടമാക്കാൻ സാന്നിധ്യം കൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ സംഘാടക സമിതിക്ക് വേണ്ടി ഈ ഒരു ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്ന ആശ മണിബാബുവിനും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ആരംഭിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന് തുടക്കം കുറിക്കാൻ രാധാകൃഷ്ണൻ എടച്ചേരിയോട് ആവശ്യപ്പെടുന്നു. കടത്തനാട് ലിറ്റററി ഫെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെളിഞ്ഞ ജലാശയം പോലെ ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെ മനോഹരമാണ് സജയ് കവിയുടെ ഭാഷണവും ഭാഷയും. അത് പലപ്പോഴും ഒരു മൗനത്തിൻ്റെ ഒളിപ്പിച്ച് വെച്ച ഒരു സൗന്ദര്യം പലപ്പോഴും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഒരു യതി അനുഭവം, നിത്യേതിനി ഭാവം അദ്ദേഹത്തിൻ്റെ എഴുത്തിലും സംസാരത്തിലുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയവും തമ്മിലുള്ള ഒരു സംവാദമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും നിശ്ചലതയെ ചലിപ്പിക്കുന്ന ഒരു മാന്ത്രികത നമ്മൾ പലപ്പോഴായി അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ വടക്കൻ പാട്ടുകളുടെ ഈറ്റില്ലമാണ് കടത്തനാട്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. വടകരയും ഇന്നത്തെ വടകരയും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളൊക്കെ ചേർന്നാണ് കടത്തനാട്. തച്ചുളി ഒതേനൻ, ആരോമൽ ചേകവർ, ഉണ്ണിയാർച്ച തുടങ്ങിയവരുടെ വീരന്മാരുടെ അവദാനങ്ങളാണ് പാട്ടുകളായി ഇവിടെയുള്ളത്. അടിച്ചമർത്തപ്പെട്ടവരുടെ, തിരസ്കൃതരുടെ പാട്ടുകളായി അത് മാറുന്നു. ഞാനിവിടെ എൻ്റെ വാക്കിൻ്റെ മുറിച്ചുരിക ഞാനിവിടെ തൽക്കാലം മാറ്റിവെക്കുകയാണ്. ഇവിടെ വാക്കിൻ്റെ അംഗച്ഛേകവരെ, മലയാളത്തിൻ്റെ പ്രിയ ശക്തനായ നിരൂപകനെ, എഴുത്തുകാരനെ നിങ്ങൾക്ക് മുമ്പിൽ സജയ് മാഷെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചോദ്യം ഇതാണ്:
വളരെ ചുരുങ്ങിയ ചോദ്യങ്ങളും ഉത്തരങ്ങൾ കൂടുതലുമാണ്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മാഷെ കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ചോദ്യം ഇതാണ്: മലയാള കവിതയിൽ അല്ലെങ്കിൽ വടക്കൻ പാട്ടുകളുടെ സ്വാധീനം തീർച്ചയായും വടകര കവികളിൽ ധാരാളം, കടത്തനാട്ട് മാധവി അമ്മ മുതൽ വി ടി കുമാരമാഷ്, ഇങ്ങനെ ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും വിട്ടുപോയാൽ വളരെ നന്ദി കേടാവും. ഇഷ്ടം പോലെ ആൾക്കാർ, നന്ദനൻ മുള്ളമ്പത്ത് വരെ എത്തി നിൽക്കുന്ന ഒരു നാട്ടുഭാഷ വാമൊഴിയുണ്ട്. എല്ലാവരിലും അത് ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ട്. ചോദ്യം ഇത്രയേ ഉള്ളൂ, പക്ഷേ ഉത്തരം വലുതാണ്. മലയാള കവിതയിൽ വടക്കൻ പാട്ടിൻ്റെ സ്വാധീനം എത്രത്തോളമാണ് എന്നുള്ളതാണ്. രാധാകൃഷ്ണൻ മാഷിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. മാഷിന് മാത്രമല്ല, ഈ ഉച്ചഭക്ഷണ സമയത്ത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി എൻ്റെ വ്യക്തിപരമായ പേരിൽ. വടക്കൻ പാട്ടിൻ്റെ മലയാള സ്വാധീനമെന്ന സാമാന്യം വിശാലമായ വിപുലമായ വിഷയമാണ് നമ്മുടെ മുന്നിൽ. ഈ കുറഞ്ഞ സമയം അതിനുവേണ്ടി ആത്മാർത്ഥമായി ചെലവഴിക്കാം എന്ന് വിചാരിക്കുന്നു. ഈ വിഷയത്തെപ്പറ്റി ആദ്യമായല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ വടകരയിൽ ഇതുപോലൊരു സദസ്സിന് മുന്നിൽ വടക്കൻ പാട്ടിൻ്റെ ഈറ്റില്ലം എന്ന് രാധാകൃഷ്ണൻ മാഷ് വിശേഷിപ്പിച്ച വടക്കൻ പാട്ടിൻ്റെ പോറ്റില്ലം കൂടിയായ വടകരയിൽ കടത്തനാട് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി കടത്തനാടൻ പാട്ടുകളെ പറ്റി സംസാരിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന ഒരു സന്ദർഭമാണ്. വടക്കൻ പാട്ടിൻ്റെ മലയാള സ്വാധീനം, മലയാള കവിതയിലെ സ്വാധീനം, വടക്കൻ കവികളുടെ സ്വാധീനമല്ല, തെക്ക് വടക്ക് കേരളത്തെ ആവേശിച്ച, ഒരുപക്ഷെ മൺസൂൺ പോലെ അല്ലെ, കാലവർഷം തെക്ക് വടക്ക് പെയ്യും കേരളത്തിൽ, വടക്ക് മാത്രമല്ല, തെക്ക് മാത്രമല്ല, നടുക്ക് മാത്രമല്ല എന്നതുപോലെ കേരളത്തിൽ പരക്കെ പെയ്തൊഴിയാത്ത, ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അദൃശ്യ വർഷത്തിൻ്റെ പേരാണ് വടക്കൻ പാട്ടുകൾ. ഇതിനാദ്യമായി ഒരു അഭിവാദ്യം അർപ്പിക്കുന്നത് ഒരുപക്ഷെ മലയാള ഭാഷയെ, കേരളീയതയെ വളരെയധികം ആദരിക്കുകയും ആത്മസാൽക്കരിക്കുകയും ചെയ്തിരുന്ന മഹാകവി വള്ളത്തോളാണ്. പണ്ടത്തെ പാട്ടുകൾ എന്ന കവിത ഇവിടെ ഇരിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ മാതാവ് കൈരളി പണ്ടൊരു പൊന്മണി പൈതലായി വാണകാലം, ഏടലർ ചെങ്കാൽ ചിലങ്ക കിലുങ്ങുമാർ ഓടിക്കളിച്ചു നടന്ന കാലം, അമ്മതൻ വെൺമുലപ്പാൽ തീരെ വറ്റിയിട്ടില്ലാത്ത പൂങ്കണ്ഠത്താൽ പാടിയിരുന്ന പഴങ്കഥ പാട്ടുകൾ പാൽക്കുഴമ്പല്ലോ ചെകിട്ടിനെല്ലാം. ആ പാട്ടുകൾ ഏത് എന്ന് പറയേണ്ടതില്ലാതെ വടക്കൻ പാട്ടുകളാണ് എന്ന് വള്ളത്തോൾ തന്നെ ആ കവിതയിൽ, പണ്ടത്തെ പാട്ടുകൾ എന്ന കവിതയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തച്ചോളി തന്നെയൊക്കെ പരാമർശിക്കുന്നുണ്ട് ആ കവിതയിൽ പിന്നീട് വരുന്ന വരികളിൽ വള്ളത്തോൾ. ഈ അഭിവാദ്യം ഒരുപക്ഷെ മലയാളിയുടെ വലിയൊരു ഗാന പൈതൃകത്തിന് മുന്നിലുള്ള അഭിവാദ്യമായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ ഒരു മഹാകവി അർപ്പിച്ച വലിയൊരു അഭിവാദ്യമായിരുന്നു. കാരണം വടകരയിൽ ഇരുന്നുകൊണ്ട് പറയുമ്പോൾ അതുകൂടി പറയാമല്ലോ, നമ്മുടെ ഏറ്റവും പഴയ മഹാകാവ്യം ഉണ്ടല്ലോ, കൃഷ്ണഗാഥ, കൃഷ്ണപ്പാട്ട്. വടകരയിൽ ഇപ്പോൾ രാധാകൃഷ്ണൻ മാഷിനെ പോലെയുള്ളവരൊക്കെ അവകാശപ്പെടുന്നത് ചെറുശ്ശേരി ഇല്ലം വടകരയിലായിരുന്നു, ചെറുശ്ശേരി ജനിച്ചത് വടകരയിലായിരുന്നു, ചെറുശ്ശേരി സാഹിത്യോത്സവം നടത്താനുള്ള അവകാശം അതുകൊണ്ട് തന്നെ കടത്തനാടൻ മനുഷ്യർക്കാണ് എന്ന് പറയുന്നത് പോലെ അതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവുണ്ട്. വടക്കൻ പാട്ടിൻ്റെ ആ ഒരു ഈണമുണ്ടല്ലോ, തച്ചോളി ഓമന കുഞ്ഞതേനൻ, പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂ പോലെ അഴകുള്ളോരായിരുന്നു എന്നതുപോലെ, പൂങ്കോഴി കൂവിക്കഴിഞ്ഞേയുള്ളൂ, പുലരുവാൻ 7:30 രാവേയുള്ളൂ. ഇത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ യാത്രാമൊഴി എന്ന കവിതയിലെ വരികളല്ലേ നിങ്ങൾ ചോദിക്കാം. അത് വന്നതും വടക്കൻ പാട്ടിൽ നിന്നാണ്. ആരോമലിൻ്റെ അംഗപ്പുറപ്പാടിൻ്റെ വളരെ വിഷാദമഗ്നമായ മ്ലാനമായ പാരഡിയായിരുന്നു യാത്രാമൊഴി എന്ന 70കളിൽ കേരളത്തിൽ അങ്ങിങ്ങ് ഒരുപാട് ചൊല്ലിക്കേട്ട ആ കവിതയുടെ ആദ്യ വരികൾ. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ തച്ചോളി പാട്ടുകളുടെ അല്ലെങ്കിൽ വടക്കൻ പാട്ടുകളുടെ, പുത്തൂരം പാട്ടുകളുടെ ഈണം നമ്മുടെ മാവേലി പാട്ടിൻ്റെ ഈണമാണ്. മാവേലി നാടുവാണിയിടുംകാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അതിലൊരക്ഷരം കൂട്ടുകയോ കിഴിക്കുകയോ ചെയ്താൽ അത് ചെറുശ്ശേരിയുടെ കൃഷ്ണപ്പാട്ടിൻ്റെ മഞ്ചരി എന്ന താരാട്ട് ഈണമായി മാറും. അപ്പൊ ചെറുശ്ശേരിക്ക് ഈ വൃത്തവ്യവസ്ഥ തന്നെ, ഒരു മഹാകാവ്യത്തിൽ ഉടനീളം അദ്ദേഹം അനുവർത്തിച്ച ഒരേ ഒരു പാട്ടുവൃത്തം കൈവന്നത് വടക്കൻ പാട്ടിൽ നിന്നാണ് എന്ന് സംശയിക്കുകയെങ്കിലും ചെയ്യുന്നതിൽ തെറ്റില്ല. സാധൂകരിക്കാൻ സമർത്ഥിക്കാനുള്ള തെളിവുകളൊന്നും എൻ്റെ കൈവശമില്ല. അത് ചെയ്യാൻ ചെറുപ്പക്കാരായ ഗവേഷണ വിദ്യാർത്ഥികൾ, സാഹിത്യ പഠിതാക്കൾ ഭാവിയിലെങ്കിലും മുന്നോട്ട് വരും, ഈ കടത്തനാടൻ മണ്ണിൽ നിന്ന് തന്നെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൃഷ്ണപ്പാട്ടിൻ്റെ വൃത്തവ്യവസ്ഥ നിർണയിച്ച ഒരു ദ്രാവിഡ ശീലിൻ്റെ പേരാണ് വടക്കൻ പാട്ട് എന്നത്. ഇതേ വൃത്തം തന്നെ
മഹാകവി കുമാരനാശാൻ 1922 എഴുതിയ തന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന ഏറ്റവും ജനകീയമായ കാവ്യകൃതിയുടെ 3-ാം ഖണ്ഡത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. വെയിൽ മങ്ങി ചൂടുമൊട്ടൊട്ടടങ്ങി സ്വയം എഴുന്നേറ്റുടൻ ഭിക്ഷുപോയി. ഇത് മാവേലി എന്ന വൃത്തമാണ്. വടക്കൻ പാട്ടിന്റെ വൃത്തവ്യവസ്ഥയോട് ഏറ്റവും തൊട്ടു നിൽക്കുന്ന വൃത്തമാണ്. ചങ്ങമ്പുഴ അതിന് ശേഷം 1936 രമണനിലെ ആദ്യ വരികളുടെ വൃത്തമായി സ്വീകരിച്ചതും ഇതേ മാവേലി തന്നെ. മരതകക്കാടുകൾ തിങ്ങി വിങ്ങി, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നതുപോലെ. ഇതാണ് തച്ചോളി ഓമന കുഞ്ഞതേണൻ എന്ന് പാടുമ്പോൾ നമ്മൾ കേൾക്കുക. ഈ പാട്ടുകൾ ഒരിക്കലും പുസ്തകങ്ങളിൽ എഴുതപ്പെട്ട, അച്ചടിക്കപ്പെട്ട, പണ്ഡിത സദസ്സുകളിൽ വായിക്കപ്പെട്ട, ചർച്ച ചെയ്യപ്പെട്ട പാട്ടുകളായിരുന്നില്ല. പാടത്ത് പണിയെടുക്കുന്ന ആളുകളാണ്, നാട്ടിപ്പാട്ടുകളായാണ് ഇവ പാടുകയും പ്രചരിക്കുകയും ചെയ്തത്. പിന്നീട് ഇന്നാട്ടുകാരായ 2 പേരാണ് MC അപ്പുണ്ണി നമ്പ്യാരും നമ്മുടെ P പവിത്രൻ മാഷിന്റെ അച്ഛനെ പോലുള്ള 2 പഠിതാക്കളാണ്, സമ്പാദകരാണ് ഈ പാട്ടുകൾക്കൊരു മുദ്രിത രൂപം കണ്ടെത്തിയത്. അങ്ങനെ അവയെ പ്രിസർവ് ചെയ്തത്, നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചത്, ഭാവിയുടെ കൈകളിൽ ഏൽപ്പിച്ചത് എന്ന് നമുക്ക് അറിയാം. ഈ പാട്ടുകൾ എങ്ങനെ 20-ാം നൂറ്റാണ്ടിലെ കവികളെ സ്വാധീനിച്ചു എന്നാണെങ്കിൽ, മഹാകവി വൈലോപ്പിള്ളി അങ്ങ് തെക്ക് ജീവിച്ച ആളാണ്, അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ ജീവിച്ച ആളാണ്, കലൂരിൽ ജനിച്ചു വളർന്ന ആളാണ്, തൃശ്ശൂരിൽ ജീവിച്ചു മരിച്ച ആളാണ്. ഈ മഹാകവി വൈലോപ്പിള്ളി തൻ്റെ എൻ്റെ കവിത എന്ന ഒരു ലേഖനത്തിൽ അതിൻ്റെ 2-ാമതോ 3-ാമതോ ഖണ്ഡികയുടെ ആരംഭവാക്യം ഇങ്ങനെ കുറിക്കും: കവിതയിൽ എന്നെ മുലപ്പാൽ ഊട്ടിയത് വടക്കൻ പാട്ടാണ്. കവിതയുടെ പുലിപ്പാലുണ്ടാണ്, വടക്കൻ പാട്ടിന്റെ പുലിപ്പാലുണ്ടാണ് ഞാൻ വളർന്നത്. അല്ലെ, വടക്കൻ പാട്ടിന്റെ പാല എന്ന് പറയുന്നത് പുലിപ്പാല് പോലെ ഒരു ജീവന ഔഷധമാണ്. ആ പുലിപ്പാല് കുടിച്ചാണ് കവിതയിൽ എന്നെ മുലപ്പാൽ ഊട്ടിയത് വടക്കൻ പാട്ടാണ്. എൻ്റെ ഒരു മുത്തശ്ശി മഴക്കാലത്തെ രാത്രികളിൽ ഇതെനിക്ക് പാടിത്തരുമായിരുന്നു. പിന്നീട് പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകൾ ഈ പാട്ടുകൾ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പാട്ടുകളിലെ വീരം, ജീവിതോത്സാഹം അല്പമെങ്കിലും എൻ്റെ പാട്ടിൽ വാറ്റാനായെങ്കിലെന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഇക്കാലത്തെ പുരോഗമന കവികൾ അത് കുറച്ചൊക്കെ സാക്ഷാത്കരിക്കുന്നുമുണ്ട് എന്നാണ് വൈലോപ്പിള്ളി പറയുക. ഇവിടെ വടക്കൻ പാട്ടിനും ആധുനിക കവിതയ്ക്കും തമ്മിലുള്ള ബന്ധത്തിന്റെ മർമ്മമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീരം ഉണ്ടല്ലോ, അംഗം കുറിച്ചവന്റെ, പടയ്ക്ക് പുറപ്പെട്ടവന്റെ പാട്ടുകളാണ് പിൽക്കാലത്തെ പടപ്പാട്ടുകളായി മാറിയത്, രാഷ്ട്രീയ ഗാനങ്ങളായി മാറിയത്, ഒരുപക്ഷെ ജീവിതോത്സാഹത്തിന്റെ പാട്ടുകളായി മാറിയത്. ഹാ വിജിഗീഷു മൃത്യുവിൻ നാമോ, ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താനെന്ന ചോദ്യം ഒരു ചേകവരുടെ ചോദ്യമാണ്. ജീവിതത്തോടും മരണത്തോടും അംഗം കുറിച്ചവന്റെ ചോദ്യമാണ്. ഈ അംഗം ജയിച്ചേ മടക്കമുള്ളൂ എന്ന് നിശ്ചയിച്ചുറച്ച ഒരുവന്റെ ചോദ്യമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. വൈലോപ്പിള്ളിയുടെ ആദ്യ സമാഹാരത്തിലെ ആദ്യ കവിത കന്നിക്കൊയ്ത്ത്, അതിൻ്റെ ഒരു ഖണ്ഡത്തിൽ കന്നിപ്പാടത്ത് ഉണ്ണിയാർച്ചയെ പോലെ തെങ്ങുറുമിവാൾ ഉച്ചലിപ്പിക്കേ, കന്നിപ്പാടത്ത് ഉണ്ണിയാർച്ചയെപ്പോൾ മിന്നിയ തന്വി എന്ന് കവി പരിചയപ്പെടുത്തുന്ന ഒരു യുവതിയെ കാണാം. വടക്കൻ പാട്ടുകൾ പാടിക്കൊണ്ട് അതിന് താളമിടുന്ന പോലെ തെങ്ങോലകൾ ഉറുമിവാൾ ചലിപ്പിക്കെ വടക്കൻ പാട്ടുകൾ പാടിക്കൊണ്ട് കൃഷിപ്പണിയിൽ ഏർപ്പെട്ട, കൊയ്ത്തിലും വിതയിലും ഞാറ് നടുന്ന പണിയിലും ഏർപ്പെട്ട ഒരു സുന്ദരിയായ യുവതിയെ പറ്റി പറയുന്നുണ്ട്. ഉണ്ണിയാർച്ച പോൽ മിന്നിയ തന്വി എന്നാണ് പറയാം കന്നിപ്പാടത്ത്. അതും തെങ്ങ് ഉറുമിവാൾ ഉച്ചലിപ്പിക്കുക. ആ സാദൃശ്യകൽപ്പന എത്ര മനോഹരവും ഉചിതവുമാണെന്ന് നോക്കുക. തെങ്ങുകൾ ഉറുമിവാളുകൾ പോലെ അവയുടെ ഓല ചലിപ്പിച്ച് ഇടവേ കന്നിപ്പാടത്ത് ഉണ്ണിയാർച്ച പോൽ മിന്നിയ തന്വി. പിൽക്കാലത്ത് അവൾ ഭ്രാന്തിയായി, ചങ്ങലകളോട് പലതും പുലമ്പി ഏകാന്ത വാർദ്ധക്യം കഴിച്ചതിനെ പറ്റി. ആ മുളങ്കിളി പിന്നെ പാടിയിട്ടില്ല എന്നും വൈലോപ്പിള്ളി പറയും. ഈ കവിതയ്ക്കുള്ള അടിക്കുറിപ്പിൽ ഒരിടത്ത് വൈലോപ്പിള്ളി പറയുന്നുണ്ട്, വടക്കൻ പാട്ടിലെ ആയോധന നിപുണയായ സ്ത്രീരത്നം എന്നാണ് ഉണ്ണിയാർച്ചയെ പറ്റി പറയുക. അപ്പോൾ എല്ലാ സ്ത്രീയിലും എല്ലാ പെൺകുട്ടിയിലും ജീവിതത്തോട് അടരാടുന്ന പ്രാതികൂല്യങ്ങളോട്, പ്രകൃതിയുടേതാകട്ടെ ഭൗതിക സാഹചര്യങ്ങളുടേതാകട്ടെ ജീവിത സാഹചര്യങ്ങളുടേതാകട്ടെ പ്രാതികൂല്യങ്ങളോട് പോരാടുന്ന, പാട്ടുപാടിക്കൊണ്ട് പോരാടുന്ന ഏത് പെണ്ണിലും ഒരു ഉണ്ണിയാർച്ചയുണ്ട് എന്ന് വൈലോപ്പിള്ളി അന്ന് തന്നെ കണ്ടിരുന്നു. മറ്റൊരു കവിത പടയാളികൾ എന്ന കവിത ഓർമ്മയുണ്ടാവും. പാതിരാത്രിയിൽ പുഞ്ചയ്ക്ക് തെയ്യുന്ന 2 വേട്ടുവ ദമ്പതിമാരെയാണ് വൈലോപ്പിള്ളി പടയാളികൾ എന്ന് വിളിക്കുക. പഞ്ചഭൂതങ്ങളോട് അടരാടും ഈ പഞ്ചമരത്രേ പെരും പടയാളികൾ.
അപ്പോൾ അവർ പാടുന്ന പാലാട്ട് കോമന്റെ നിണപ്പുഴ കേളികളാണ് ഇവരൊത്ത് ഈ ദമ്പതികൾ പാടിക്കൊണ്ടിരിക്കുന്ന പുഞ്ചയ്ക്ക് തെയ്യുമ്പോൾ പാദരാത്രിക്ക്. പഞ്ചഭൂതങ്ങളോട് അടരാടും പെരും പടയാളികളത്രേ ഈ പഞ്ചമർ, ഈ പഞ്ചമരത്രേ പെരും പടയാളികൾ. അപ്പോൾ ഈ പോരാട്ടം എന്ന് പറയുന്നത്, വടക്കൻപാട്ടിലെ ആയോധനം എന്ന് പറയുന്നത് വെറും അംഗമല്ല, അംഗം പിടിക്കലല്ല, മറിച്ച് ജീവിതത്തോടും ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളോടുമുള്ള മനുഷ്യ മേധയുടെ, മനുഷ്യ ചേതനയുടെ, മനുഷ്യ നിശ്ചയത്തിന്റെ, മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പോരാട്ട വീറിന്റെ മറ്റൊരു പേരാകുന്നു. ഈ ടൈറ്റിൽ കണ്ടിട്ട് എൻ്റെ ഒരു പഴയ വിദ്യാർത്ഥി എനിക്കൊരു മെസ്സേജ് അയച്ചു. ഇതെന്തോ വയലൻസിനെ കുറിച്ചാണല്ലോ മാഷ് സംസാരിക്കാൻ പോകുന്നത് അല്ലേ, വാക്കിന്റെ അംഗച്ചുവടുകൾ എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെ ഒരാളല്ലോ ഇയാള്. 10-20 വർഷം മുമ്പ് ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ്, എറണാകുളത്തുള്ള ഒരാളാണ്, ഒരു ചിത്രകാരനാണ്. അപ്പോൾ ഈ പോരാട്ട വീറാണ്, ഈ ജീവിതോത്സാഹമാണ്, ഈ ഒപ്റ്റിമിസം എന്ന് നമ്മൾ വിളിക്കുന്ന വൈലോപ്പിള്ളി കവിതയിൽ അങ്ങനെ ഉയർന്നു പറക്കുന്ന ശുഭാപ്തി വിശ്വാസത്തിന്റെ കൊടിപ്പടത്തിന്റെ പേരാണ്, അതിന്റെ സ്രോതസ്സിന്റെ പേരാണ്, അതിന്റെ ആദിമ സ്രോതസ്സിന്റെ പേരാണ് വടക്കൻ പാട്ടുകൾ എന്നത്. വൈലോപ്പിള്ളി ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല, വടക്കൻ പാട്ട് എന്ന പേരിൽ തന്നെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് 1962 ആണല്ലോ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ത്യ ചീന യുദ്ധം നടക്കുമ്പോൾ വടക്കൻ പാട്ട് എന്ന പേരിൽ, നടക്കുന്ന അങ്ങ് വടക്കാണ്, ഈ വടക്കല്ല, ഇന്ത്യയുടെ വടക്ക്, ഇന്ത്യൻ അതിർത്തിയിൽ, ഇന്ത്യ ചൈന അതിർത്തിയിലാണ്. അപ്പോൾ വൈലോപ്പിള്ളി സവിശേഷമായ ഒരു കഥ മെനയുന്നു. വൈലോപ്പിള്ളി സ്കൂൾ മാഷായിരുന്നല്ലോ. അപ്പോൾ മുട്ടുശാന്തി ക്ലാസ് എടുക്കാൻ, എന്താ മുട്ടുശാന്തി ക്ലാസ് എന്ന് രാധാകൃഷ്ണ മാഷിനും എനിക്കുമൊക്കെ അറിയാം. മറ്റൊരാളുടെ അഭാവത്തിൽ അവിടെ കയറി ചെന്നിട്ട് ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ സമയം പോക്കുക, ക്ലാസ് എടുക്കുകയാണെന്ന വ്യാജേന. അതാണ് മുട്ടുശാന്തി ക്ലാസ്, മുട്ടുശാന്തി പോലെ തന്നെ. അപ്പോൾ ആ ക്ലാസ്സിൽ ചെന്നു, എന്തു പാഠം, പദ്യപാഠം, എന്തു പാട്ട്, വടക്കൻ പാട്ട്. അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള 3-4 ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ആരെങ്കിലും ഒരാൾ ഒരു വടക്കൻ പാട്ട് പാടൂ അറിയാമെങ്കിൽ, അപ്പോൾ ഒരു കേശവൻകുട്ടി എന്നൊരു ചിടുങ്ങൻ എന്ന വാക്കാണ് വൈലോപ്പിള്ളി ഉപയോഗിക്കുക. ഈ ചിടുങ്ങൻ വന്നിട്ട് ഇതുപോലെ തെങ്ങ് ഉറുമിവാൾ വീശുന്നത് പോലെ ഒരു വടക്കൻ പാട്ട് പാടി. ഈ വരികളും കവിതയിൽ ചേർത്തിട്ടുണ്ട് വൈലോപ്പിള്ളി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തൊട്ടപ്പുറത്ത് ജീവിച്ചിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒതേനന്റെ തച്ചോളിപ്പാട്ടിലെ ആ ധീര ഗംഭീരമായ വരികൾ. നേരിട്ടു വെട്ടി മരിച്ചതെങ്കിൽ വീട്ടേക്ക് നല്ലൊരു മാനം തന്നെ, ഒളിവാളുകൊണ്ടു മരിച്ചതെങ്കിൽ പച്ചോലയിൽ കെട്ടി എടുക്കേയുള്ളൂ. അപ്പോൾ ഈ ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഈ പറയുന്ന ആരോടാണ്? ഇത് ആരോടുള്ള ആഹ്വാനമാണ്? ആരെയാണ് പ്രചോദിപ്പിക്കുക? ഇന്ത്യൻ സൈനികരെയാണ്, അതിർത്തിയിൽ പോരാടുന്ന ഇന്ത്യൻ സൈനികരെയാണ് പ്രചോദിപ്പിക്കുക. ഈ കഥ പറഞ്ഞിട്ട് വൈലോപ്പിള്ളി പറയും, ആ കേശവൻകുട്ടി, അവന്റെ പേര് കേശവൻകുട്ടി എന്നായിരുന്നു, അവിടുന്ന് ഇന്ത്യൻ പട്ടാളത്തിലെ ഒരു പടയാളിയാണ്, ജവാനാണ്, വടക്ക് പോരടിക്കുന്ന ഒരു പടയാളികളിൽ ഒരുവനാണ്, ഇന്ത്യൻ പട്ടാളക്കാരിൽ ഒരുവനാണ്. അപ്പോൾ നമ്മുടെ കൈരളിയെ ഇവിടെയും കാണാനില്ല, അവിടേക്ക് പോയിരിക്കുകയാണ്. നടക്കും പാട്ടിനു ധീരം വടക്കൻ പാട്ടുകൾ പാടി വടക്കൻ വീട്ടിലേക്കല്ലോ പോയതാരോമൽ. എന്തിനാണ്? ആ പോരാളി സഹോദരങ്ങൾക്ക് ചാരുപാട്ടിൻ ഇളങ്കള്ളാൽ വീരപാണം നൽകുന്നതിനാണ് പോയിരിക്കുന്നത്. വീരപാണം നമുക്കറിയാം, ചേകവന്മാർക്ക് അംഗത്തളർച്ച മാറ്റാനുള്ള ഒരു പാനീയമാണ്, വീര്യമുള്ള ഒരു പാനീയമാണ് വീരപാണം. വീരപാണം എന്ന് പറഞ്ഞാൽ വീരപാനം, വീരന്മാരുടെ പാനീയം. അപ്പോൾ ചാരുപാട്ടിൻ ഇളങ്കള്ളാൽ തൻ്റെ ആങ്ങളമാർക്ക്, യോദ്ധാക്കളായ ആങ്ങളമാർക്ക് വീരപാണം കൊടുക്കാൻ പോയിരിക്കുകയാണ് വടക്കൻ മേട്ടിലേക്ക്, ഹിമാലയത്തിലേക്ക്, ഹിമാലയൻ അതിർത്തിയിലേക്ക്. ആ ആരോമൽ കൈരളി എന്ന് പറയുന്നു. അവിടെ കൈരളിയും വെറുതെ നിൽക്കുകയല്ല, ചിതമറ്റ ചീനരാകും അരിങ്ങോടർ തന്മുഖത്ത് ചിലമ്പിട്ട ചേവടിയാൽ നീ ചവിട്ടുമ്പോൾ എന്നാണ് പറയുക. ഈ പട്ടാളക്കാരോടൊപ്പം യുദ്ധമുഖത്തേക്ക് എന്നിട്ട് എന്താ ചെയ്യുക? കൈരളി, വടക്കൻ പാട്ട്. കൈരളി എന്ന് പറഞ്ഞാൽ ഇവിടെ വടക്കൻ പാട്ട് തന്നെയാണ്. ചിതമറ്റ ചീനരാകും അരിങ്ങോടർ തന്മുഖത്ത് ചിലമ്പിട്ട ചേവടിയാൽ നീ ചവിട്ടുമ്പോൾ, ഉച്ചലൽ ഖഡ്ഗ ചോളവയൽ ചോരമണി കൊത്തിപ്പാറിടും തത്തേ. അവിടെ വടക്കൻ പാട്ട് ആ ചോരവയൽ, ചോളമണികൾ പോലെ ചോരമണികൾ വിളയുന്ന ആ ചോളപ്പാടത്ത് ആ ചോരമണികൾ കൊത്തിപ്പാറുന്ന തത്തയാണ് വടക്കൻ പാട്ട്. അവൾ തൻ്റെ ചിലമ്പിട്ട കാലുകൾ കൊണ്ട് ചിതമറ്റ ചീനരാകും അരിങ്ങോടർ തന്മുഖത്ത് ചവിട്ടിക്കൊണ്ട്
ഈ യുദ്ധമുഖത്ത് തൻ്റെ പോരാളി സഹോദരങ്ങളോടൊപ്പം അംഗം വെട്ടുന്നു മറ്റൊരു ഉണ്ണിയാർച്ചയായി. ഇതൊരു കവിത. ഇനി മറ്റൊന്ന് കൃഷിപ്പാട്ട എന്ന മറ്റൊരു വൈലോപ്പിള്ളി കവിത കൂടിയുണ്ട്. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മനോഹരമായൊരു കൽപ്പനയുണ്ട്. പണ്ട് പുഞ്ചയിൽ നെല്ലോടൊത്തു നെല്ലിപ്പൂവിൻ തണ്ടും തണ്ടുപോൽ ചുറ്റിക്കേറി പൂവിട്ടു നാടൻ പാട്ടും. നെല്ലിപ്പൂവ് ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. നല്ല വയലറ്റ് നിറമുള്ള പൂവാണ്. പിൽക്കാലത്ത് എൻ്റെ ആത്മകഥയായ കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി പറയുക, ഈ നെല്ലിപ്പൂവിൻ്റെ ഗന്ധം ഞാൻ പിൽക്കാലത്ത് അനുഭവിച്ചത് ടാഗോറിൻ്റെ കവിതയിലാണ് എന്നാണ്. നെല്ലിപ്പൂവും ടാഗോറും തമ്മിലുള്ള ദൂരം ഒന്ന് ആലോചിക്കുക, സങ്കല്പിക്കുക. പക്ഷെ ടാഗോറിൻ്റെ കവിതയിൽ നെല്ലിപ്പൂവിൻ്റെ ഗന്ധമുണ്ട് എന്നാണ് വൈലോപ്പിള്ളി പറയുക, അവകാശപ്പെടുക. അപ്പോൾ പണ്ട് പുഞ്ചയിൽ നെല്ലോടൊത്തു നെല്ലിപ്പൂവിൻ തണ്ടുപോൽ ചുറ്റിക്കേറി പൂവിട്ടു നാടൻ പാട്ടും. അല്ലെ, നെല്ലിൽ ചുറ്റി മോതിരം പോലെ, മോതിരത്തിൽ നീലക്കല്ല് പോലെ പുഷ്പിക്കുന്ന ഒരു ചെറിയ സസ്യത്തിൻ്റെ പേരാണ് നെല്ലിപ്പൂവ്. ആ നെല്ലിപ്പൂവ് പോലെയാണ്, നെല്ലിൽ ചുറ്റിപ്പിണഞ്ഞ് പൂവിടുന്ന നെല്ലിപ്പൂവ് പോലെയാണ് നാടൻ പാട്ട് എന്നാണ് വൈലോപ്പിള്ളി പറയുക. വേലയിൽ വേല നൃത്തമായി മാറ്റി ഏലയിൽ കൂടെ കൂടി പാടി നീയും എന്ന് കൃഷിപ്പാട്ടിനെ പറ്റി വൈലോപ്പിള്ളി പറയും. കൃഷിപ്പാട്ട് കൂടിയാണ് വടക്കൻ പാട്ട്. അത് വേലയെ നൃത്തമാക്കി മാറ്റുന്നു. അല്ലേ, ജോലിയുടെ അധ്വാന ഭാരം ലഘൂകരിച്ചുകൊണ്ട് അതിനെ വേലയെ നൃത്തമാക്കി മാറ്റുന്നു. ഏലയിൽ വയലിൽ കൂടെ പാടുന്നു. അല്ലേ, പണിയെടുക്കുന്നവരുടെ കൂടെ പാടി വേലയെ നൃത്തമാക്കി മാറ്റുക എന്നതാണ് വടക്കൻ പാട്ടിൻ്റെ, കൃഷിപ്പാട്ടിൻ്റെ ഏറ്റവും വലിയ ധർമ്മം. ഇപ്പോൾ കൃഷിയില്ലാതായിരിക്കുന്നു, കൃഷി ചെയ്യുമ്പോൾ പാട്ടുപാടുന്നവരില്ലാതായിരിക്കുന്നു. അപ്പോഴും വടക്കൻ പാട്ടും അതിലെ വീരവും അതിലെ ഉത്സാഹവും ശേഷിക്കട്ടെ എന്നാണ് വൈലോപ്പിള്ളി ആഗ്രഹിക്കുക. നമുക്കറിയാം, ഏത് പടപ്പാട്ടിൻ്റെ, ഏത് രാഷ്ട്രീയ ഗാനത്തിൻ്റെ, ഇപ്പോൾ വയലാർ ഗർജിക്കുന്നു പോലെ ഒരു കവിതയുടെ അന്തർഭാവം എന്ന് പറയുന്ന വടക്കൻ പാട്ടിലെ അംഗം കുറിക്കുന്നവൻ്റെ വീരമാണ്, വീരരസപ്രധാനമാണ്. വീരവും വിഷാദവുമാണ് വടക്കൻ പാട്ടിലെ രണ്ട് രസങ്ങൾ, മുഖ്യ രസങ്ങൾ. ഞാനിന്ന് ഇവിടേക്ക് വന്നപ്പോൾ സണ്ണി കവിക്കാട് രസങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു, ധ്വനി സിദ്ധാന്തത്തെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാലഹരണപ്പെട്ടു പോയി എന്നും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ രസം എന്ന് പറയുന്നത് മനുഷ്യവികാരങ്ങളാണെങ്കിൽ അതെങ്ങനെ കാലഹരണപ്പെടാനാണ്? വീരവും വിഷാദവും എങ്ങനെ കാലഹരണപ്പെടാനാണ്? മമ്മൂട്ടിയുടെയും അല്ലെങ്കിൽ ഫഹദ് ഫാസിലിന്റെ ആവേശം പോലൊരു സിനിമ കണ്ട് കൈയടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അല്ലു അർജുന്റെ പുഷ്പ 2 കണ്ട് കൈയടിക്കുന്ന കുട്ടികൾ ഈ വീരത്തിനാണ് കൈയടിക്കുന്നത്, അല്ലേ? അതുപോട്ടെ. അപ്പോൾ വീരവും വിഷാദവുമാണ് വടക്കൻ പാട്ടുകളിലെ മുഖ്യ ഭാവങ്ങൾ, രസങ്ങൾ എന്നിരിക്കെ ഏറ്റവും വലിയ ഒരു ഉദാഹരണവും പറയാം. അതുകൂടി സൂചിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ വയ്യ. കാരണം ലോകോത്തര നിലവാരമുള്ള വടക്കൻ പാട്ടിലെ ഒരു ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒന്നാണത്. ആരോമൽ ചേകവരുടെ കഥ നമുക്കറിയാം. പുത്തരി അംഗത്തിൽ കൊല്ലപ്പെട്ട ചേകവനാണ് വളരെ ചെറുപ്പത്തിലെ. ആ രംഗം വടക്കൻ പാട്ടിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ആരോമൽ ചേകവരുടെ ഒരു വിടവാങ്ങലുണ്ട്. കച്ചാ കഴിക്കുന്നു വാഴുന്നോരെ. കച്ച കഴിക്കുക എന്നാൽ ചേകവന്റെ അവസാനമാണ്, അല്ലേ? കച്ച കഴിച്ചു എന്നാൽ ചേകവനില്ല, അയാൾ ചേകവനല്ല. കച്ചാ കഴിക്കട്ട വാഴുന്നോരെ, കച്ചാ കഴിക്കട്ട കുഞ്ചുണ്ണൂലി, കച്ചാ കഴിക്കട്ട ഉണ്ണിയാർച്ചേ, ഇനിയുള്ള കാഴ്ചയും നമ്മൾ തമ്മിൽ ഇനിയുള്ള കാലത്തു കാണുകയില്ല. കച്ചാ കഴിച്ചു മരിച്ചു ചേകോൻ, കച്ചാ കഴിച്ചു മരിച്ചു ചേകോൻ. എത്ര ചടുല ഗംഭീരവും ദുരന്ത ഗംഭീരവുമാണെന്ന് നോക്കുക ഈ അവസാനം. കച്ച കഴിക്കുന്നു, അമ്മയോട്, ഭാര്യയോട്, പെങ്ങളോട്, നാട്ടുകാരോട് യാത്ര പറഞ്ഞ് ഇനി നമ്മൾ തമ്മിൽ ജന്മം കാണില്ല എന്ന് പറഞ്ഞ് കച്ച കഴിച്ചു എന്നാണോ? കഴിച്ചു എന്ന് തന്നെ അർത്ഥം, അല്ലേ? അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കടത്തനാടൻ മക്കളോട് അത് പറയേണ്ട ആവശ്യമില്ല. കച്ചാ കഴിച്ചു മരിച്ചു ചേകോൻ. ഒരൊറ്റ വരിയിലാണ് ഇത് രണ്ടും സംഭവിക്കുക. കച്ചാ കഴിച്ചു മരിച്ചു ചേകോൻ. ഇതിൻ്റെ ഈ രസത്തെ പറ്റിയാണ് വീരവും വിഷാദവും എന്ന് പറഞ്ഞത്. അങ്കത്തട്ടിൽ വീരമാണ് ഇരമ്പുന്നതെങ്കിൽ ഈ മരണരംഗത്തിൽ വിഷാദമാണ്, കരുണമാണ് മുഖ്യ രസം. ഈ കരുണരസത്തെയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് യാത്രാമൊഴിയിൽ ഉപയോഗിച്ചത്. പുലരുവാന് 7:30 രാവേയുള്ളൂ, പൂങ്കോഴി കൂവിക്കഴിഞ്ഞേയുള്ളൂ, കണ്ണീരിൽ മുങ്ങി കുളി കഴിഞ്ഞ് വെണ്ണീറുകൊണ്ട് കുറി വരച്ച് പടിയിറങ്ങുകയാണ്. തോൽവി സുനിശ്ചിതമായ ഒരു അംഗത്തിലേക്ക് അനാഥനായ, ബലഹീനനായ ഒരു യോദ്ധാവ്, ഒരു ചെറുപ്പക്കാരൻ വീട് വിട്ടിറങ്ങുകയാണ് ജീവിതത്തിൽ അംഗം പിടിക്കാൻ വേണ്ടി. അതിൽ അയാൾ തോൽക്കുമെന്ന് സുനിശ്ചിതമാണ്. അതുകൊണ്ടാണ് കണ്ണീരിൽ മുങ്ങി കുളി കഴിഞ്ഞ് വെണ്ണീറുകൊണ്ട് കുറി വരച്ച്
മിഴിനാരു കൊണ്ടെന്റെ കഴല് കെട്ടാതെ അമ്മയെ പിൻവിളി വിളിക്കാതെ എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനത്തെ അത്താഴം ഉണ്ടിട്ട് എന്നതുപോലെ, ഇത് രാവിലെയാണ്, പുലർച്ചെയാണ് ഈ പുറപ്പാടുന്നത്, അവസാനത്തെ അത്താഴം തലേന്ന് കഴിഞ്ഞു എന്നതുപോലെയാണ് യാത്രാമൊഴിയിലെ യുവാവിൻ്റെ 70കളിലെ നക്സൽ യൗവനത്തിൻ്റെ പടിയിറക്കം. അക്കാലത്ത് തന്നെ കവിതയിൽ സജീവമായിരുന്ന പുനലൂർ ബാലൻ എന്ന കവി, അടിയന്തരാവസ്ഥ കാലമാണ്, അപ്പോൾ വടക്കൻ പാട്ട് എന്ന പേരിൽ പുനലൂർ ബാലനൊരു കവിത എഴുതുന്നു. അതിൻ്റെ ആദ്യ വരികൾ മാത്രം ഞാൻ പറയാം. പാടാൻ കഴിയുമെങ്കിൽ പാടുമായിരുന്നു, പക്ഷേ പറയാനേ കഴിയുള്ളൂ, അതുകൊണ്ട് പറയാം. വീരതിലകം ചാർത്തി നിൽക്കും വടക്കൻ പാട്ടേ, പുത്തരി അങ്കവാളിൻ കിങ്കിലങ്ങൾ കിലുങ്ങും പാട്ടേ, വീണ്ടും നിന്നെയോർക്കാൻ കാലമായി വടക്കൻ പാട്ടേ. നമുക്ക് ഈ 2024 വേണമെങ്കിൽ പാടാം, പറയാം. വീണ്ടും നിന്നെയോർക്കാൻ കാലമായി വടക്കൻ പാട്ടേ, വീരതിലകം ചാർത്തി നിൽക്കും വടക്കൻ പാട്ടേ, പുത്തരി അങ്കവാളിൻ കിങ്കിലങ്ങൾ കിലുങ്ങും പാട്ടേ. കാരണം ഏത് ദുരധികാരത്തിന്റെ മുന്നിൽ നിന്നിട്ട് ഊറ്റത്തോടുകൂടി ഉറച്ചു പാടേണ്ട പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. അതുപോലെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ ഒരു ഉണ്ണിയാർച്ചയെ കുടിയിരുത്തിയിട്ടുള്ള ഏത് പെൺകുട്ടിക്കും വടക്കൻ പാട്ട് അന്യമോ അപരമോ അല്ല. VM ഗിരിജ എന്ന കവി അവരുടെ ഒരു ആദ്യകാല കവിതയിൽ, ഈയിടെ ആശാൻ സ്മാരക പുരസ്കാരമൊക്കെ കിട്ടിയിരിക്കുന്ന VM ഗിരിജ, 2-3 വർഷങ്ങൾക്കപ്പുറം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കവിതയ്ക്ക് കിട്ടിയ VM ഗിരിജ ചിത്ര എന്ന പേരിലൊരു കവിത എഴുതിയിട്ടുണ്ട്. ചിത്ര ആരാണെന്ന് നമുക്കറിയാം. പാണ്ഡവരിലെ യോദ്ധാവായ വില്ലാളിയായ അർജുനനെ പ്രണയിച്ച മറ്റൊരു വില്ലാളിയാണ് ചിത്ര. ചിത്രയും ഒരു വില്ലാളിയായിരുന്നു. പക്ഷെ അർജുനൻ അവളിൽ മുന്നിട്ട് നിന്ന പൗരുഷം കണ്ടിട്ട് അവളെ അവഗണിച്ചു എന്നാണ് കഥ. അപ്പൊ ചിത്ര വന്നിട്ട് അർജുനനോട് ചോദിക്കും, പടയാളി അംഗം കുറിക്കും പോലെ അവൾ ചോദിച്ചു, നീ എന്നെ സ്വീകരിക്കുമോ? ധീരയായൊരു പെൺകുട്ടി, വില്ലാളിയായൊരു പെൺകുട്ടി, പോരാളിയായൊരു പെൺകുട്ടി മറ്റൊരു വില്ലാളിയായ പുരുഷനോട്, തൻ്റെ കാമുകനോട്, തനിക്ക് ആരാധന തോന്നിയ പുരുഷനോട് ഇങ്ങനെയാണ് പ്രണയം പറയുക. അംഗം കുറിക്കും പോലെ, പോരാളി അംഗം കുറിക്കും പോലെ അവൾ ചോദിച്ചു, നീ എന്നെ സ്വീകരിക്കുമോ? ഇതൊരു സന്ദർഭം, പെൺകവിതയിലെ വടക്കൻ പാട്ടിൻ്റെ ഒരു സന്ദർഭം. അൻവർ അലി ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ വന്നു ചേരും, ചിലപ്പോൾ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അൻവറിന്റെ ഒരു ആദ്യകാല കവിതയിലുണ്ട്, വാക്കെനിക്ക് അംഗം കുറിക്കും ഉടവാൾ, വാക്കെനിക്കെല്ലാം ഒളിക്കും വിലം നിനക്കംഗം കുറിക്കും ഉടവാൾ. ഭാഷയോടുള്ള 2 തരം സമീപനമാണ് കവിതയോടുള്ള. വാക്കെനിക്കെല്ലാം ഒളിക്കും വിലം മാളം, നിനക്കംഗം കുറിക്കും ഉടവാൾ. 2 കവികൾ തമ്മിലുള്ള സംവാദമാണ്. ഇങ്ങനെ മലയാള കവിതയിൽ എവിടെ കുഴിച്ചു നോക്കിയാലും ഒരിറ്റു വടക്കൻ പാട്ടിൻ്റെ വെള്ളം കാണാൻ പറ്റും എന്ന വിധം. ഇടശ്ശേരി, ശക്തിയുടെ കവി എന്ന് നമ്മൾ വിളിക്കാറുള്ള ഇടശ്ശേരി അല്ലേ? കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്നൊക്കെ പാടിയ ഇടശ്ശേരി അദ്ദേഹത്തിന്റെ കാവിലെ പാട്ടിൽ ആ യുവാവിനെ പറ്റി പറയും. ബലി കൊടുക്കാൻ പോകുന്ന യുവാവിനെ പറ്റി പറയും. അവന്റെ അമ്മയാണ് പറയുന്നത്, 7 കൊല്ലം നോമ്പെടുത്തു ഞാനവനെ പെറ്റു, 7 കൊല്ലം പാൽ കൊടുത്തൻ മാറവനെ പോറ്റി. ഈ 7 എന്ന് പറയുന്ന വടക്കൻ പാട്ടിലെ ഒരു സംഖ്യയാണ്. അതിനെപ്പറ്റി MC അപ്പുണ്ണി നമ്പ്യാർ വടക്കൻ പാട്ടിലെ 7 എന്ന പേരിൽ തന്നെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. 7 കൊല്ലം നോമ്പെടുത്ത് ഞാനവനെ പെറ്റു, 7 കൊല്ലം പാൽ കൊടുത്തൻ മാറവനെ പോറ്റി. പിന്നെ അവൻ 7 കൊല്ലം കളവയിൽ പയറ്റി. അങ്ങനെ ഒരുപാട് 7കൾ പിന്നിട്ട് അവന്റെ ജീവിതമാണ് ബലിയായി തീരാൻ പോകുന്നത് എന്ന് ഇടശ്ശേരി പറയും. അതുപോലെ പുത്തൻ കലവും അരിവാളും എന്ന കവിതയിൽ നെൽകൃഷിയെ പറ്റി, കളപറിക്കുന്നതിനെ പറ്റി ഇടശ്ശേരി പറയുക, ആരോമൽ ചേകവർ അംഗം പിടിച്ചിട്ടും അരമുഴം നീങ്ങിയില്ല പുൽച്ചേരി എന്നാണ്. ആരോമൽ ചേകവരെ പോലെ അംഗം പിടിച്ചിട്ടും കളയൊഴിയുന്നില്ല, പുല്ലൊഴിയുന്നില്ല പാടത്ത് നിന്ന് എന്ന്. നമ്മൾ ആദ്യം പറഞ്ഞ വൈലോപ്പിള്ളി തന്നെ ചേറ്റുപുഴ എന്നൊരു കവിതയിൽ ഒരു വലിയ ബസ് അപകടം നടന്ന പാലത്തിലൂടെ 1 വർഷം കഴിഞ്ഞിട്ട് ബസ്സിൽ പോവുകയാണ് കവി. അപ്പോൾ കാണുന്ന പ്രത്യാശയുടെ കാഴ്ചകൾ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ മുന്നിലിരിക്കുന്ന മുഖം കാണാൻ വയ്യാത്ത ഒരു യുവതിയുടെ നീണ്ട മുടിയെ പറ്റി വൈലോപ്പിള്ളി പറയും, കാമനു കേളി വളർക്കാനോ ഒരു കോമന് കേറി ഒളിക്കാനോ. ഇത്ര മുടിയെന്തിനാണ് ഇവൾക്ക്? ഒരു കോമന് കേറി ഒളിക്കാവുന്നത്ര മുടിയുണ്ടല്ലോ. അപ്പോൾ എന്ത് ദുരന്തം ഉണ്ടായാലും ജീവിതം അതിൻ്റെ ഗതി തുടരുക തന്നെ ചെയ്യും. ജീർണത ചേറ്റിൽ താഴുന്നു, പുഴ പൂർണ്ണത തേടിപ്പായുന്നു എന്നാണ് ഈ കവിതയിലെ ഏറ്റവും പ്രസിദ്ധമായ വരികൾ. എത്ര പേർ ചത്തടിഞ്ഞാലും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പ്രണയം, യൗവനം, സൗന്ദര്യം ഇവയെല്ലാം
നിലനിൽക്കും, തുടരുക തന്നെ ചെയ്യും എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. VT കുമാരൻ മാസ്റ്റർ കണ്ണൻ എന്ന കവിയെ പറ്റി പറയാതിരുന്നുകൂടാ അല്ലേ? പൂമാതൈ പൊന്നമ്മയുടെ പാട്ട് കേട്ടാൽ ഉണക്കമരം പൊട്ടി പാലൊഴുകും, ഏക്കം കുരമാറും വീക്കം മാറും എന്ന അതുപോലെ പാടിയിരുന്ന, കെട്ടിലമ്മയ്ക്ക് വേണ്ടി പാടാൻ ക്ഷണിക്കപ്പെട്ടിട്ടും അത് നിഷേധിച്ച, മുള്ളിന് കൂർമ നൽകിയ, ചെത്തിപ്പൂക്കൾക്ക് ചുവപ്പ് നൽകിയ ആ തമ്പുരാനെ മാത്രമേ ഞാൻ കുമ്പിടൂ എന്ന് ധിക്കരിച്ച കണ്ണൻ എന്ന കവിയുടെ പൈതൃകവും വടക്കൻ പാട്ടിന്റെ പൈതൃകം തന്നെ. ഇനി ഏറ്റവും ആധുനികത എന്ന് നമ്മൾ വിളിക്കുന്ന പ്രസ്ഥാനത്തിൽപ്പെടുന്ന KS അച്യുതാനന്ദന്റെ ഒരു കവിതയുണ്ട്, മഞ്ഞളിനെ പറ്റി പറയുമ്പോൾ എന്താണ് വടക്കൻ പാട്ടിന് കാര്യം എന്നാണെങ്കിൽ ആ കവിതയിലെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: പണ്ട് മഞ്ഞൾ മണ്ണിനടിയിലെ ഉണ്ണിയാർച്ചയായിരുന്നു. പണ്ട് മണ്ണിനടിയിലെ ഉണ്ണിയാർച്ചയായിരുന്നു മഞ്ഞൾ. എന്തുകൊണ്ടാണ് നമുക്കറിയാം. ഉണ്ണിയാർച്ചയുടെ ഉപമാനമാണ് മഞ്ഞൾ. വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ. അപ്പൊ മഞ്ഞളിന്റെ ഉപമാനമായി ഉണ്ണിയാർച്ച മാറുകയും മഞ്ഞൾ മണ്ണിനടിയിലെ ഉണ്ണിയാർച്ചയായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ എത്ര കൽപ്പനകളാണ്. കുന്നത്തു കൊന്നയും പൂത്തതുപോലെ, ഇളമാവിൻ തൈ തളിർത്ത പോലെ, ഉന്നിക്കുരുവിന്റെ വർണ്ണം പോലെ, മാന്തളിരിന്റെ അല്ലേ ഇളമാവിൻ തൈ തളിർത്ത പോലെ. ഒരുപക്ഷെ ലോകോത്തരമായ ഇമേജസ് ആണ് ഈ പറഞ്ഞതെല്ലാം. നമ്മൾ മലയാളികൾ അതിപരിചയം കൊണ്ട് അവഗണിക്കാറുള്ള ലോകത്തിന്റെ നെറുകയിലെടുത്തു വെക്കാവുന്ന കൽപ്പനകളാണ് ഇതെല്ലാം അല്ലെ? കുന്നത്തു കൊന്നയും പൂത്ത പോലെ. വെറുതെ ഒരു കൊന്ന പൂത്ത് നിൽക്കുകയല്ല, കുന്നിന്റെ നെറുകയിൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി, ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചു പറ്റിക്കൊണ്ട് തന്റെ സൗന്ദര്യ ധാരാളിത്തം കൊണ്ട് കേൾക്കുന്നു, വട്ടളം പൊങ്ങുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്നതിനെ പറ്റിയാണ് വടക്കൻ പാട്ട് കവി പറയുക. ചോറും തവരയും കുഴച്ച പോലെ. എന്നെ പോലുള്ള മധ്യവയസ്കർ ഡൈ ചെയ്യാതിരുന്നാലുള്ള മുടിയുടെ കറുപ്പും വെളുപ്പും ചേർന്ന സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിനെ പറ്റിയാണ് പറയുക. ചോറും തവരയും കുഴച്ച പോലെ. ഇങ്ങനെ എത്ര വേണമെങ്കിലും ഇനിയും നീട്ടാവുന്ന ഈ മറുപടി ഇതിനാൽ അവസാനിപ്പിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്കുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാനുള്ള സ്വച്ഛമായ ഒരു സംസാരം, വാക്കുകൾ എന്നുള്ള വളരെ പ്രശസ്തമായ വരികൾ ഓർത്തുകൊണ്ട് 1-2 പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നോവൽ സാഹിത്യത്തിലും കഥകളിലും വടക്കം പാട്ട് എങ്ങനെ സ്വാധീനം ചെലുത്തി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റിയില്ല. ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുന്നു, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വിദ്യാർത്ഥിനികൾ തന്നെയാണ് എന്നോട് പറയുന്നത് സമയം കഴിഞ്ഞു. എങ്കിലും നമുക്ക് എന്തെങ്കിലും 1-2 ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ആവാം എന്ന് വിചാരിക്കുന്നു. നമസ്കാരം സർ. ഉണ്ണിയാർച്ചയും വടക്കം പാട്ടും ഒക്കെ നമ്മുടെ വിഷയത്തിൽ വന്നതുകൊണ്ട് അത്യാവശ്യം എഴുത്തിലും സാഹിത്യത്തിലും ഒക്കെ അഭിരുചിയുള്ള വ്യക്തി എന്ന നിലയിലും ഒരു ചോദ്യം ചോദിക്കുവാണ്. ഉണ്ണിയാർച്ചയെ പോലെ ഒരു ഒറ്റയാൾ പോരാട്ടം എന്നുള്ള രീതിയിൽ ഒരാണിനോ പെണ്ണിനോ ഇതുവരെയുള്ള സാഹിത്യ രീതികളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എത്രത്തോളം സാഹിത്യരംഗത്ത് പോരാടാൻ പറ്റും? സർഗശേഷിക്കൊത്ത് പോരാടാൻ പറ്റും. നമ്മൾ വാക്കുകൊണ്ടാണ്, ചുരികൊണ്ടല്ല സാഹിത്യത്തിൽ പോരാടുക. അതിൻ്റെ മൂർച്ച, അതിൻ്റെ തീർച്ച എത്ര കണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിലെ ജയപരാജയങ്ങൾ. നമ്മൾ ഉണ്ണിയാർച്ച ഇപ്പോൾ മലയാള സിനിമയിലൊരു വളരെ പ്രസിദ്ധമെങ്കിലും ആരും അധികം തിരിച്ചറിയാത്തൊരു ഉദാഹരണമുണ്ട്. മണിച്ചിത്രത്താഴ എന്ന സിനിമയിൽ ഈ ശോഭന അവതരിപ്പിക്കുന്ന ഗംഗ എന്ന കഥാപാത്രം എന്താ പോയാല് എന്നൊരു ചോദ്യം ചോദിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ആ സിനിമയിലെ വളരെ മർമ്മപ്രധാനമായ ഒരു രംഗമാണ്, നിമിഷമാണ്, ചോദ്യമാണ്. എന്താ പോയാല്? വേറൊരു ടോണിൽ അല്പം ഉന്മാദത്തോടു കൂടി. അത് ഉന്മാദമൊന്നുമല്ല, ഒരു സ്ത്രീയുടെ തൻ്റെടാണ്. എന്താ പോയാല്?
ഇത് പണ്ട് കുഞ്ഞിരാമൻ ഉണ്ണിയാർച്ചയോട് ചോദിച്ച, അല്ലെങ്കിൽ ഉണ്ണിയാർച്ച കുഞ്ഞിരാമനോടും കുഞ്ഞിരാമന്റെ അച്ഛനോടും ചോദിച്ച ചോദ്യമാണ്, എന്താ പോയാല് അല്ലിമലർക്കാവിൽ കൂത്തു കാണാൻ. ഇവിടെ പറയുന്നു അല്ലിയുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ, ഞാനെന്താ പോയാലെന്നാണ് ഗംഗ ചോദിക്കുക. ഇവിടെ അല്ലിയുടെ കല്യാണം, അവിടെ അല്ലിമലർക്കാവിലെ കൂത്ത്, എന്താ പോയാല്. ഈ ചോദ്യമാണ് ഇപ്പോൾ ഈ എഴുത്തുകാരികളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പോയാൽ, എന്താ എഴുതിയാൽ, എന്താ പാടിയാൽ, എന്താ എഴുതി, എന്താ പറഞ്ഞാൽ, എന്താ വരച്ചാൽ, എന്താ ആടിയാൽ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു സർഗാത്മകരായ എല്ലാ പെൺകുട്ടികളും എല്ലാ സ്ത്രീകളും. എന്താ പോയാൽ, എന്താ വരച്ചാൽ, എന്താ പാടിയാൽ, എന്താ എഴുതിയാൽ, എന്താ പറഞ്ഞാൽ. അപ്പോഴാണ് അവൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ സണ്ണീൻ കുട്ടരൊക്കെ വന്നിട്ട് മന്ത്രവാദത്തിലൂടെ ഈ ഭ്രാന്ത് എന്നവർ തെറ്റായി നാമകരണം ചെയ്ത തൻ്റെ ഇടത്തെ അടക്കുക. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഏത് പെൺകുട്ടിയും ഈ ചോദ്യം ചോദിക്കുന്നതോടുകൂടിയിട്ട് അവൾക്ക് ഭ്രാന്താണ്, അവൾ സുബോധം നഷ്ടപ്പെട്ടവളാണ്, അവൾക്ക് ബാധ കൂടിയിരിക്കുന്നു, അതൊരു പുരുഷ ബാധ കൂടിയിരിക്കുന്നു എന്നാണ് പറയുക. ആ ബാധ ഒഴിപ്പിക്കലാണ് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വീടുകളിലും ഒരർത്ഥത്തിൽ. ഇനി ചോദ്യങ്ങളൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ചോദ്യം കൂടിയുണ്ട്. മാപ്പിളപ്പാട്ടുകൾ തീർച്ചയായും നാടൻ പാട്ടുകളുടെ അനിവാര്യ അംശമാണ്. ഇവിടെ നമ്മുടെ വിഷയം വടക്കൻ പാട്ടുകളായതുകൊണ്ട് മാത്രം മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് പറയാതിരുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ എന്താണ്, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്നൊരു നാടൻ പാട്ടുണ്ട് അല്ലേ. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന് മറ്റൊരു പാട്ടുമുണ്ട്. രണ്ടും ഒരേ പാട്ടാണ്, ഒരേ ഈണമാണ്. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. ഇനിയും സമയം നീട്ടുന്ന അന്യായമാണ്, അക്രമമാണ് എന്നതുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സമയപരിമിതി മൂലം കൂടുതൽ ചോദ്യങ്ങൾക്ക് ഇടയില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുന്നതായി അറിയിക്കുകയാണ്. നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ശ്രീമതി ആശാമണി ബാബുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വാക്കിൻ്റെ അങ്കച്ചോടുകൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംസാരിച്ച ശ്രീ സജയ് KVക്ക് നന്ദി പറയുന്നു. മോഡറേറ്ററായ ശ്രീ രാധാകൃഷ്ണൻ എടിച്ചേരിക്കും സ്വാഗതം പറഞ്ഞ ശ്രീ PP രാജനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള സെഷൻ